ഓക്കെ ബി ദിലീപ്കുമാർ, ഇപ്പോൾ ആർ ശ്രീജിത്ത് കൂടി നമുക്കിപ്പം ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ്. PM ശ്രീയിൽ നിലപാട് തീരുമാനിക്കാൻ CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. യോഗം നടക്കുന്ന സ്ഥലത്ത് നിന്ന് ശ്രീജിത്ത് കൂടി ചേരുന്നു. ആരൊക്കെയാണ് പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്? ഈ ചർച്ചയ്ക്കൊടുവിൽ അവർ ഈ തീരുമാനം മുഴുവൻ മാറ്റി ഉൾട്ടയടിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ആരെങ്കിലും? ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ഗസ്റ്റ് ഹൌസിലാണ്. ഇവിടെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ കൂടിയാലോചന നടക്കുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഇവിടെയുണ്ട്. ഇവിടെ വെച്ച് സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന ശേഷമായിരിക്കും പിന്നീട് സംസ്ഥാന എക്സിക്യൂട്ടീവ് ആലപ്പുഴ ജില്ലാ കൌൺസിൽ ഓഫീസായ TV സ്മാരകത്തിൽ നടക്കാൻ പോകുന്നത്. ഈ PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ പാർട്ടിക്ക് അഭിമാനക്ഷതമേറ്റു എന്ന വികാരത്തിലാണ് CPI നേതൃത്വം ആകെയുള്ളത്. അതുകൊണ്ട് തന്നെ കടുത്ത നടപടി വേണമെന്നുള്ള ആലോചനകളുണ്ട്. CPIഎമ്മിന്റെ ഭാഗത്തുനിന്ന് ചെറിയ ചില അനുനയ നീക്കങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുവെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. ഏകപക്ഷീയമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന K. വാസുകിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുന്നതടക്കമുള്ള പരിഹാര നിർദ്ദേശങ്ങൾ CPI മുന്നോട്ട് വെക്കുന്നതായി ചില സൂചനകളുണ്ട്. എന്നാൽ CPI നേതൃത്വം അത് സ്ഥിരീകരിക്കുന്നില്ല. എന്തായാലും CPI തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അവർ ഇപ്പോൾ പറയുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ ഇടപെടലൊന്നും കാര്യമായ പുരോഗതിയില്ല. ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകും എന്ന് CPI പറയുന്നില്ല. മാത്രമല്ല ഫണ്ട് അനിവാര്യമാണ് എന്ന നിലപാടാണ് CPIഎം പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPIക്ക് മുഖം രക്ഷിക്കാനുള്ള ഒരു മാർഗം ഇതുവരെ തുറന്നു കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കർശനമായ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നാണ് അവർ പറയുന്നത്. CPIയുടെ ദേശീയ സെക്രട്ടറി അംഗങ്ങളായ P. സന്തോഷ് കുമാറും പ്രകാശ് ബാബു ഒക്കെ ഇവിടേക്ക് വരുന്നുണ്ട്. അപ്പം മന്ത്രി K. രാജനും ഈ ഗസ്റ്റ് ഹൗസിലെ ആ മുറിയിൽ ഉണ്ട്. അവിടെ തിരക്കിട്ട കൂടിയാലോചനകൾ പല കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എല്ലാവരും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റിന്റെ ഔപചാരികമായ യോഗം നടക്കും. ഇപ്പോൾ വരുന്നത് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം R. രാജേന്ദ്രനാണ്. അവർ R. രാജേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാർ ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാനായി ഇവിടേക്ക് എത്തുകയാണ്. CPIയുടെ തീരുമാനം കാര്യമായി പ്രതീക്ഷിക്കാമോ? കൂടാൻ പോവില്ലേ? ഇപ്പോൾ തീരുമാനിക്കും ഇപ്പോൾ. ഒന്നും അറിയില്ല. കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല ഈ ഒരു പ്രശ്നം. ഒരു ബില്ലിൽ ഇതുപോലെ ഒപ്പിട്ട് ഇനി അതിൽ നിന്ന് പിന്മാറാൻ പറ്റുന്നില്ല. ഒരു കരാറിൽ ഒപ്പിട്ടിരിക്കുകയാണ്. അല്ല, അത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. ഞങ്ങൾ അത് ആലോചിക്കാൻ പോവാണ്. അതിലിനിയിപ്പോ ആലോചിച്ചാലും അതിൽ നിന്നൊരു പിന്മാറ്റം ഉണ്ടാകില്ല സാങ്കേതികമായിട്ടെന്നാണ് പറയുന്നത്. അല്ല, നിലപാടിൽ മാറ്റമൊന്നുമില്ല. നിലപാടിൽ മാറ്റം CPIയുടേതായിട്ട് വരുമോ? അതിലൊരു തീരുമാനം ഉണ്ടാവും. CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം R. രാജേന്ദ്രനാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. അദ്ദേഹം പാർട്ടി യോഗം കഴിഞ്ഞ പാർട്ടി യോഗത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് CPIയുടെ നിലപാട് സംബന്ധിച്ച കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് R. രാജേന്ദ്രൻ നൽകുന്ന പ്രതികരണം. എന്തായാലും CPIയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഓക്കെ, ആർ ശ്രീജിത്താണ് ആലപ്പുഴയിൽ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്ന CPI ആസ്ഥാനത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.